പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഹിന്ദു ദൈവങ്ങളോട് അലർജിയാണോ? കൃഷ്ണന്റെ ചിത്രമില്ലാതെ രാഹുൽ ഗാന്ധി ജന്മാഷ്ടമി ആശംസ അറിയിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദു ചിത്രങ്ങൾ ഉപയോഗിക്കാത്തത്? ചോദ്യം സംഘപരിവാർ അനുകൂല വെബ്സൈറ്റായ ഓപ്പ് ഇന്ത്യയിൽ വന്ന ലേഖനത്തിലാണ്. ഹിന്ദു ചിത്രങ്ങൾ ഉൾപ്പെടുത്താതെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹിന്ദു വിശേഷ ദിനങ്ങളിൽ ആശംസാ കാർഡുകൾ ഇടുന്നതെന്നാണ് ലേഖനത്തിലെ പ്രധാന ആരോപണം. എല്ലാ മതങ്ങളെയും തുല്യമായി ബഹുമാനിക്കുന്ന നിഷ്പക്ഷൻ എന്ന പ്രതിജ്ഞയെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലെന്നൊരു വ്യാഖ്യാനവും ഓപ്പ് ഇന്ത്യയിലെ ലേഖനത്തിലുണ്ട്. ഹിന്ദു മതത്തെ മതേതരവൽക്കരിക്കാനുള്ള ശ്രമമായും അവർ ഇതിനെ വ്യാഖ്യാനിക്കുന്നു. മതം ഒരിക്കലും മതേതരമല്ല, ആകാനും പാടില്ല. എന്നാൽ മഹത്തായ പാർട്ടിയുടെ രാജകുമാരൻ തന്റെ മതേതര മുഖം ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഹിന്ദു ആഘോഷങ്ങളെ മതേതരവൽക്കരിക്കുന്നു എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ഇതേ വാർത്ത ഓപ്പ് ഇന്ത്യയുടെ ഹിന്ദി പതിപ്പിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തൊപ്പി ധരിച്ച 2 ഫോട്ടോകളാണ് ഈ ലേഖനത്തിനൊപ്പം കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. വർഗീയ വിദ്വേഷം നിരന്തരം പ്രചരിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷ അക്കൗണ്ടായ മിസ്റ്റർ സിൻഹയും ഈ ആരോപണം ഏറ്റുപിടിച്ചിട്ടുണ്ട്. BJP നേതാവ് ഗിരിരാജ് സിംഗും രാഹുലിന്റെ ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ രംഗത്തെത്തി. പോരാഞ്ഞിട്ട് നിരവധി സംഘപരിവാർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത? രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധനാണോ? സത്യത്തിൽ രാഹുൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം പങ്കുവയ്ക്കാറില്ലേ? ഉത്തരം സംഘപരിവാർ കല്ലുവെച്ച നുണയാണ് പറയുന്നതെന്നതാണ്. മുമ്പും വിവിധ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരം നുണ പ്രചരിപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിലും അതുതന്നെയാണ് ഉണ്ടായത്. രാഹുലിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങളുമായി രാഹുൽ ഗാന്ധി തന്നെ പോസ്റ്റ് ചെയ്ത നിരവധി ട്വീറ്റുകൾ കാണാം. സംഘപരിവാർ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കാൻ ഇത് മാത്രം മതിയാകും. 2019 ജന്മാഷ്ടമി ആശംസകൾ നേർന്ന് അദ്ദേഹം ശ്രീകൃഷ്ണന്റെ ചിത്രം ട്വീറ്റ് ചെയ്തിരുന്നു. നവരാത്രി ദിനത്തിൽ ജാംനഗറിലെ ചണ്ഡി ബസാറിലെ പന്തലിൽ നിന്നുള്ള ചിത്രവും രാഹുൽ പങ്കുവച്ചു. 2015 ദുർഗാപൂജ ദിനത്തിൽ ഹിന്ദു ദേവതയായ ദുർഗാദേവിയുടെ ചിത്രവുമായിരുന്നു രാഹുലിന്റെ ആശംസ. 2021 വിഷു, 2020 ബുദ്ധപൂർണിമ, 2023 ബസവ ജയന്തി, 2015, 22, 23 ഗണേശ ചതുർത്ഥി, 2020 മഹാവീർ ജയന്തി എന്നിവയ്ക്കും ഹിന്ദു ദേവന്മാരുടെയും ദേവതകളുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് രാഹുൽ ഗാന്ധി ആശംസാ കാർഡുകൾ ട്വീറ്റ് ചെയ്തത്. അതിനാൽ രാഹുൽ ഗാന്ധി ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നില്ല എന്ന സംഘപരിവാർ ഹിന്ദുത്വ കേന്ദ്രങ്ങളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണ്.